സാറിന്റെ കുടുംബത്തോടും സഹപ്രവർത്തകരോടും മനോവികാസ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായ മുഹമ്മദ് റബിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ഒരു സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയാണ്. കാരണം വലിയൊരു മഴ പെയ്ത് വീട് പൊട്ടി വീണു എന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിലാണ് മുഹമ്മദ് കുട്ടി സാറും സഹപ്രവർത്തകരും അവിടെ സന്ദർശിക്കാനിടയായി. ദൈവത്തിന്റെ മറ്റൊരു മുഖമുദ്ര, കരുണയുടെ ഭാവം ഒപ്പിയെടുത്തൊരു വ്യക്തി എന്ന നിലയിലാണ് മുഹമ്മദ് കുട്ടി സാറിനെയും ടീം അംഗങ്ങളെയും കുടുംബത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോടെ ദൈവത്തിന്റെ മുൻപിൽ നന്ദി പറയുന്നു. കുടുംബമാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് കുട്ടി സാറിന്റെ വൈഫിനെ ഇപ്പോൾ കാണാനിടയായി. 4 വീട് ഓൾറെഡി 3 വീട് തുറന്നു വരികയാണ്. സുബൈദാത്താണ് മുന്നിൽ സാറിനോടൊപ്പം വലം കൈയും ഇടം കൈയുമായി ജീവിത പങ്കാളിയും മക്കളും കൂടെയുള്ള സഹപ്രവർത്തകരുമെല്ലാം നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് കാണിച്ച ഈ വലിയ കരുണയ്ക്കും കരുതലിനും സാറിൽ നിറഞ്ഞു നിൽക്കുന്ന കരുണയുടെ ഭാവം ഇനിയും ദൈവം സമൃദ്ധമായിട്ട് വളർത്തി അനേകർക്ക് ഒരു താങ്ങായി തണലായ സാറിൻ്റെ ജീവിതവും സാറിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം ഫലമണിയിക്കട്ടെ എന്ന്. പിന്നെ ഹരിസാർ പ്ലീസ് കം. പിന്നെ ഇതിലൊരു സംഗതി ഒന്ന്, ഹരിസാർ ഇവിടെ ഉണ്ട്, കുട്ടിക്കുണ്ട്, മദറുണ്ട്. മലപ്പുറം സ്റ്റോറിയാണത്. അത് റിയലി മലപ്പുറം സ്റ്റോറിയാണ് ഇപ്പൊ ഇവിടെ നടന്നത്. ശരിയല്ലേ? അല്ല സമതാക്ക, അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്. അതായത് കുട്ടിയെ കുറിച്ച് മദർ പറയുന്നു, പിന്നെ നിങ്ങളിന്ന് പങ്കെടുക്കുന്നു, ഇദ്ദേഹം ഈ വീട് ചൂണ്ടിക്കാണിക്കുന്നു ഉണ്ട് എന്നുള്ളത്, കുട്ടിക്ക് വീട് കൊടുക്കുന്നു. എന്ത് തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനസ്സിന്റെ പ്രവൃത്തി. ഞാൻ കയറിയപ്പോൾ തന്നെ അമ്മ ഇവിടെ ആ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ അത് സന്തോഷത്തിന്റെ കരച്ചിലാണ്. അതെ അതെ അതെ. അതോടുകൂടി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നുമില്ല. പറഞ്ഞ എത്ര നല്ലൊരു പ്രവൃത്തി അജിഫാൻ ഗ്രൂപ്പും കുട്ടിസാരും ചെയ്യുന്നത്. ശരിക്കും നമ്മളത് കുറേ എല്ലാവർക്കും ആ പ്രോത്സാഹനം മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്തൊക്കെ ചെയ്യാനായിട്ടുള്ളത്. പറഞ്ഞാൽ മലപ്പുറം സ്റ്റോറി പറഞ്ഞാൽ കേരള സ്റ്റോറിയൊക്കെ ഇപ്പോൾ പറയില്ലേ, ഇത് യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി. ഇതിൻ്റെ കുറച്ച് മുമ്പേ നിങ്ങൾ വേറൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ അത് കാണുന്ന സമയത്തിലത് അങ്ങനെ ഇവിടെ സിസ്റ്റർ വന്നു, എല്ലാ ജാതി മതഭേദം എല്ലാവരും ഒരുമിച്ച് നമ്മൾ ചെയ്യണം. അതാ അതിന്റെ മെയിൻ. ഇതാ മലപ്പുറം. ഇതില് റിയലി മലപ്പുറം ഇതാ. ഇത് നമ്മുടെ കേരള ലോകത്തിന് എല്ലാവർക്കും പറയേണ്ടത് ഇതാ. അല്ല, വേറെ സംഭവം എന്താ പറയാ, ഇവര് നടത്തുന്ന സ്ഥാപനം, സിസ്റ്റർ നടത്തുന്ന സ്ഥാപനം മനോവികാസ് എന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന വലിയ സ്ഥാപനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇവിടെ ഉണ്ട് നിക്കി. അപ്പൊ അവര് ഇതിന്റെ ചെയർമാനാണ്. ഇവർക്ക് ഈ മനോവികാസിനുള്ള ഫുഡ് എന്തോ ഒരു സംഭവം അജ്ഫാന നൽകുന്നത് അല്ല, അങ്ങനെ എന്തോ സംഗതി ഞാൻ കേട്ടു. അവിടെയുള്ള സ്റ്റാഫിന് മൊത്തം ബിരിയാണി, അതങ്ങനെ സംഭവം ഉണ്ട്. മാത്രവുമല്ല, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും വിഭവസമൃദ്ധമായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങേയറ്റം സന്തോഷപ്രദമാക്കുന്ന ഒരു വലിയൊരു കാര്യം സാറിൻ്റെ ഭാഗത്തുണ്ട്. ഒപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ, വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും സ്റ്റാഫിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നന്നായി സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ സന്തോഷം. എവിടെ അമീർ ഭായ്? ഇതാണ് മകൻ, മൂത്ത മകൻ. ഇതാണ് ഫഹദ് ഭായ്. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ആൾക്കാർ കാണണമെന്ന് ആഗ്രഹിച്ച താത്തങ്ങോട്ട് വരെ. താത്ത വരെ. അവിടെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ. ഇവരാണ് ഫഹദ്, അമീർ. ഇത് താത്ത. അതൊന്നും ചെയ്യില്ല. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് വന്ന് അന്ന് തന്നെ പറഞ്ഞു ഈ വീട് പൊളിച്ചോളൂ. കാര്യം പറയാനുള്ള ഇപ്പൊ മമ്മൂട്ടി സാഹിബിന്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെ 3ാമത്തെ സാക്ഷിയാണ് ഞാൻ. എടരിക്കോട് പഞ്ചായത്തില് 18ാം വാർഡിൽ ഒന്ന് ചെയ്തു, 3ാം വാർഡിൽ ഞാനുള്ള 3ാം വാർഡിൽ ഒന്ന് ചെയ്തു. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് 3ാമത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ 10,000 വലിയ മുതലാളിമാരുണ്ട്. പക്ഷെ എല്ലാവരും ഇതേപോലെ ചെയ്യണില്ലല്ലോ. അപ്പം കിട്ടുന്നത് അതേപോലെ കോരിയെടുക്കുന്ന കിണറിലാണ് വെള്ളം തെളിയെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എത്രത്തോളം കിട്ടുന്നു അത്രയും വലിയ ബ്രാൻഡായിട്ട് ഇദ്ദേഹം അങ്ങനെ തെളിഞ്ഞ് കത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നും അങ്ങനെ വലിയ വലിയ വളർച്ച ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കും കുടുംബത്തിനും പ്രത്യേകമായ നന്ദി. എടരിക്കോട് പഞ്ചായത്തിന്റെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടങ്ങുന്ന എല്ലാവരും അടങ്ങുന്ന ഞങ്ങൾ രേഖപ്പെടുത്താം. ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു സന്തോഷം. എന്താ പറയുക, ഇങ്ങനൊരു മുഹൂർത്തത്തിന് സാക്ഷിയാക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അവന് തണലായിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. അതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. ഒരുപാട് സന്തോഷം. ഓക്കെ.
ഓക്കെ ടീച്ചറെ എങ്ങോട്ട് വരി എന്ത് തോന്നുന്നു? എനിക്ക് വളരെയധികം സന്തോഷം. ഇതിന് എത്ര കോടി നന്ദിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പുണ്യ റംസാൻ കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. പ്രിയപ്പെട്ട അജ്ഫാൻ കുട്ടിക്കയുടെ 5 വീടുകളാണ് താക്കോല് നൽകിയത്. അത് നോമ്പ് കാലത്തും കൂടി ആയപ്പോൾ നോമ്പ് നോറ്റുള്ള ഈ ഒരു ഒത്തുചേരൽ വലിയ ഒരു അനുഗ്രഹമായി തോന്നി. ഇനിയും ഒരുപാട് യാത്രകൾ തുടരും. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരുമിച്ചുണ്ടായിരുന്നു എന്നുമുള്ള പോലെ തന്നെ 5 വീടുകളിൽ 2 വീടുകൾ ഭാഗികമായിട്ടാണ് കുട്ടിക്ക് ഏറ്റെടുത്തത്. ബാക്കിയൊക്കെ പൂർണ്ണമായിട്ടാണ് പണി കഴിപ്പിച്ചു കൊടുത്തത്. ഏതായാലും വീട്ടിലെ ആ വീട്ടുകാരുടെ ആ ഒരു വലിയ സന്തോഷമുണ്ടല്ലോ, ജീവിതത്തിലെ ആ സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം നമ്മൾക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു.